ചന്ദ്രപ്പെടുത്തിയവരെ ബാക്കിയാൽ ഫോട്ടോസ്റ്റാറ്റല്ലേ വലിയ. നമ്മളൊക്കെ ബാക്കി കൂടിയവരാ, നമുക്ക് ഒരു ചുക്കില്ല, ഒരു ഫളില്ല. അള്ളാന്റെ ഔലിയാക്കന്മാർ പറഞ്ഞാൽ അശ്അത്തും മിൻ റസൂലില്ല, അള്ളാന്റെ റസൂലിന്റെ പ്രഭ കിട്ടിയവരല്ലേ ഔലിയാക്കന്മാർ. ഇവർക്ക് നടക്കാത്ത കാര്യമുണ്ട്. വിമാനം ഒരു വലിയ CM വലിയുള്ള നിയന്ത്രിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെ പൊല്ലാപ്പുണ്ടാക്കി, എന്തായാലും തല്ലാക്കിട്ടാകാൻ ആവശ്യമുണ്ട്. ഇതൊന്നും വിഷയം, എന്ത് താമ്പാളക്കണ്ടല്ലടാ എൻ്റെ വിമാനം. അല്ലാഹു ഖാദിറാണ് എന്തിനും. അപ്പൊ സാധാരണ നടക്കുന്ന കാര്യം മാത്രമേ ചില മുസ്ലിമീങ്ങൾ അംഗീകരിക്കുള്ളൂ. അവരെ ഉള്ളിൽ എന്തായിരിക്കും? കുഫ്ർ, പക്ക കുഫ്റായിരിക്കും. മുഅ്മിനോ എന്തോ ആയിരിക്കും. അള്ളാഹുവിൽ നിന്ന് അവന് ബോധ്യപ്പെട്ടാൽ മതി, അംഗീകരിക്കും. അംഗീകരിക്കും. ഞാൻ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർക്കും അമ്പിയാക്കന്മാർക്കും നടക്കാത്തൊരു കാര്യം ഇല്ലാന്നെങ്കിലും അംഗീകരിക്കും. അത് അംഗീകരിച്ചാണ്, അത്ര മതി. മറ്റൊരു ഇത് അംഗീകരിക്കും. ഏറ്റവും ചുരുങ്ങിയത് വിമാനം CM നിയന്ത്രിച്ചോന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ CM-നും ഒരു വിമാനം എന്നല്ല, ഈ ദുനിയാവിലെ എല്ലാ വിമാനവും നിയന്ത്രിക്കാനും അള്ളാഹു തആല തൗഫീഖ് കൊടുത്ത വ്യക്തി ആയിരിക്കാൻ മതി. കാരണം അള്ളാഹിൻ്റെ ഔലിയാക്കൽപ്പെട്ട വ്യക്തിയാണ്, ലോകം മുഴുവൻ പറഞ്ഞ് മഹാനാണത് എന്ന്. അപ്പൊ ഇതന്നെ. അപ്പൊ ഇവിടെ നമ്മളില്ല. ഗാഫിൽ എന്ന ഒരു സാധനമില്ല, ഒന്നും ഓഫില്ല. ഈ ലോകത്ത് ഒരു സാധനം ഓഫിലല്ല, ഒന്നും. അല്ലാഹു ബിഗാഫിൽ, അല്ലാഹു ഗാഫിലല്ല. അള്ളാഹിന്റെ സൃഷ്ടികൾ ഗാഫിലല്ല, ആകാശം ഗാഫിലല്ല, ഭൂമി ഗാഫിലല്ല, ഒന്നും ഗാഫിലല്ല. ഗാഫിൽ രണ്ട്, ബനു ആദം ബനുൽ ജാൻ. ഈ രണ്ടല്ലാത്തൊരു വർഗം ഗാഫിലല്ല, അശ്രദ്ധൻ. ചിന്തിക്കുക. ഞാൻ ഈ ചൂണ്ടലിട്ടിട്ട് ആ ചൂണ്ടൽ വെള്ളത്തിലേക്ക് എറിഞ്ഞപ്പോൾ ആ പരിസരത്തുള്ള എല്ലാം അല്ലാ 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 അല്ലാന്ന് പറയാൻ തുടങ്ങി. എന്റെ ഈ ചൂണ്ടലിലെ ഭക്ഷണം, ആ ഹുബ്സ് കഴിക്കുന്ന മീനടക്കം പറഞ്ഞു അല്ലാ അല്ലാ. അവര് എന്നെ കേൾപ്പിച്ച് ചെറിയാൻ എന്തായിരിക്കും കാരണം? ഈ സാധുക്കളായ ഞങ്ങളെ ചൂണ്ടലിട്ട് പിടിക്കാൻ നടക്കണോനെ, നിനക്ക് പഠിച്ചോനെ പഠിച്ചൂടെ എന്ന്. وقال മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ യൻസിലു ഹജറുൻ മിൻ അഅലാ ഇലാ അസ്ഫൽ ഇല്ലാ മിൻ ഖശിയത്തില്ലാ. പഠിച്ചോനെ പേടിച്ചിട്ടല്ല അത് ഒരു കല്ലും താഴേക്ക് വന്നിട്ടേ ഇല്ല. ഞാൻ ചില സ്ഥലത്ത് യാത്രയിൽ കണ്ടിട്ടുണ്ട്, പിന്നെ കല്ല് വന്നിട്ട് ഇങ്ങോട്ട് തൂങ്ങി നിൽക്കും മറ്റൊരു കല്ലുമ്മേ. അപ്പം എന്നോ വീണതാണ്, എത്രയോ നൂറ്റാണ്ടായിട്ട് അങ്ങനെ എവിടേക്കോ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ അത് വീണ്ടും താഴത്തേക്ക് വരുന്നുണ്ട്, പക്ഷെ വരാതെ അവിടെ അങ്ങനെ നിൽക്കും. അപ്പം എന്നോ പൊട്ടിയതാണ്, എന്നോ വീണതാണ്. എന്നിട്ട് പിന്നെ വീണ് ഇങ്ങനെ തൂങ്ങി നിൽക്കും കല്ല്. ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു വീഴ്ച നടന്നിട്ടുണ്ട്. എൻ്റെ കാരണം ബഹുമാനപ്പെട്ട സയ്യിദുനാ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയും, മാ യൻസിലു ഹജറുൻ, ഒരു കല്ലും താഴേക്ക് വീണിട്ടില്ല. ഇല്ലാ മിൻ ഖശിയത്തില്ലാ മിൻ അഅലാ ഇലാ അസ്ഫല, മുകളിൽ നിന്ന് താഴേക്ക് ഒരു കല്ലും വീണിട്ടില്ല. ഇല്ലാ മിൻ ഖശിയത്തില്ലാ, അല്ലാഹു തആലാനെ പേടിച്ചല്ലാതെ വീണിട്ടേ ഇല്ല, ഒന്നുമില്ല, ഒരു കല്ലും വീണിട്ടില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ള പറഞ്ഞു, ഇന്നി ലാ അരിഫു ഹജറൻ, എനിക്ക് കല്ലിനെ അറിയും, മക്കയിലുള്ള കാന യുസല്ലിമു അലയ്യ, ആ കല്ല് എൻ്റെ മേൽ സലാം പറഞ്ഞിരുന്നു. ഖബല അൻ ഉബഅത ബി ഇന്നി ഞാൻ നബിയാവുന്നതിന് മുമ്പ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാവുന്നതിന് മുമ്പ് കല്ലിനെ അറിയാത്ത നബിയാണ്. പിന്നെ കല്ലിനെ എങ്ങനെ ഞങ്ങൾ നിസ്സാരാക്കണം? മനസ്സിലായില്ല. ഹബീബായ റസൂലുള്ള പറയാ, എനിക്ക് ഒരു കല്ല് എനിക്കിപ്പോഴും ആ കല്ലിനെ അറിയാം. ഞാൻ ആ കല്ലിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ കല്ല് എന്ത് പറയും? അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് പറയും. അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും യാ മുഹമ്മദ് യാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ, അങ്ങനെ പറയും. ഓ യാ അല്ലമീൻ എന്ന് പറയും. എന്നെ സലാം പറഞ്ഞിരുന്നു യാ റസൂലല്ലാഹ്. എനിക്ക് സലാം പറയും കല്ല്, എനിക്ക് ആ കല്ലിനെ എപ്പോഴും അറിയാം. അപ്പം ചിന്തിക്കി, ഇതിപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഇതൊക്കെ മഷൂറായ ലോകപ്രശസ്തമായ ഹദീസുകളാണ് എന്ന്. ഞാൻ മക്കയിൽ റസൂലുള്ളാഹിന്റെ കൂടെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മക്കയുടെ ചില ഭാഗത്തേക്ക് പോയി.
ഇമാം തുർമദി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അലി ബിൻ അബി ത്വാലിബ് തങ്ങൾ പറയാണ്, ഞാനും നബിയും കൂടി മക്കയിലെ ചില ഭാഗത്തേക്ക് പോയി. അപ്പോഴോ ഫമസ്തഖ്ബലഹു, നബിയെ അഭിമുഖീകരിച്ചിട്ടില്ല. എന്ത്? ഷജറുൻ, ഒരു മരമോ വലാ ജബലുൻ, ഒരു പർവ്വതമോ അഭിമുഖീകരിച്ചില്ല. ഇല്ല വഹുവ യഖൂലു, ആ പർവ്വതവും മരവും പറഞ്ഞിട്ടല്ലാതെ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അങ്ങനെ തന്നെ അസ്സലാമു അലൈക നഫ്സാൻ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഇത് തുർമദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാത്തൊരു കല്ലുമില്ല, ഒരു മരമില്ല, ഉണ്ടായിട്ടേ ഇല്ല. ഞാനത് കേട്ടതാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിന്തിക്കി, അള്ളാഹുവിൻ്റെ ഹബീബ്, അള്ളാഹുവിൻ്റെ ഹബീബ് എന്ന് ഫൈൻ ഖുൽത അൽ ഹജറു ജമാദുൻ, അപ്പം ചോദിക്കാണ്, കല്ല് നിർജ്ജീവ വസ്തുവല്ലേ, ലാ യഅമലു വലാ യഫ്ഹമു, അതിനൊരു കർമ്മമില്ലല്ലോ, അതിനൊരു അറിവില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഫകൈഫ യഖ്ശാ, അതെങ്ങനെ പഠിച്ചോനെ പേടിക്കുന്നു ചോദിച്ചാൽ ഖുൽതു, ഞാൻ പറയും, ഇന്നല്ലാഹ തആല ഖാദിറുൻ അലാ ഇഫ്ഹാമിൽ ഹജരി വൽ ജമാദി, ഏതൊരു ജീവിക്കും ബുദ്ധിയും വിവരം കൊടുക്കാൻ ആർക്ക് കഴിയും? അള്ളാഹിന് കഴിയും, അള്ളാഹ്ക്ക് കഴിയും, അള്ളാഹുവിന് കഴിയും എന്ന്. അപ്പോൾ തഅഖിലു, അപ്പോൾ അതിന് മനസ്സിലാവും. അപ്പോൾ തഖ്ശ, അത് പേടിപ്പെടും. ബി ഇൽഹാമിഹി ലഹ, അള്ളാഹു തആലാന്റെ ഇൽഹാം. ഇന്ന് വരെ ഇൽഹാം നമുക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ ആർക്ക് കിട്ടും? ഈ കല്ലിനും മരത്തിനും കിട്ടും. ഇതാണ് മദ്ഹബ് അഹ്ലി സുന്ന, അഹ്ലി സുന്നന്റെ വിശ്വാസം അതാണ്. വലൈസ യുൻകിറു ഹാദാ ഇല്ലാ മൻ അൻകറ ഖുദ്റത്തല്ലാഹി ഫിൽ ഉമൂരിൽ ഖാരിഖത്തി ലിൽ ആദാബ്. വലൈസ യുൻകിറു ഹാദാ, ഇതൊന്നും നിഷേധിക്കുകയില്ല, ഇല്ലാ മൻ അൻകറ ഖുദ്റത്തല്ലാഹി, അല്ലാഹുവിന്റെ ഖുദ്റത്ത് നിഷേധിക്കുന്നവരല്ലാതെ. മനസ്സിലായില്ല? അപ്പൊ അള്ളാഹ് വളരെ തല കൊടുത്ത് ചിന്തിക്കണം. അള്ളാഹിന്റെ ഖുദ്റത്തിനെ നിഷേധിക്കുന്നവനെ ഇത് നിഷേധിക്കുള്ളൂ. ചിന്തിക്ക്. വലൈസ യുൻകിറു ഹാദാ ഇല്ലാ മൻ അൻകറ ഖുദ്റത്തല്ലാഹി ഫിൽ ഉമൂരിൽ ഖാരിഖത്തി ലിൽ ആദാബ് വജഅല ഗായത ഖുദ്റത്തില്ലാഹി, അവൻ പരമാവധി അള്ളാഹിന്റെ ഖുദ്റത്ത് കാണുക ഫിൽ ഉമൂരിൽ ആദിയ, ആദിയായ കാര്യങ്ങളിൽ മാത്രമായിരിക്കും. ഇപ്പോൾ വലിയ വിമാനം നിയന്ത്രിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ തല്ലുണ്ടായ വിഷയം. ഞാൻ നിയന്ത്രിച്ചില്ലേ എന്നൊന്നും പറയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്നും കേരളം മുഴുവൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഈ ലോകത്തെ മുഴുവനും വിമാനം ഒരു സാധാരണ വലിയ നിയന്ത്രിച്ചു പറഞ്ഞാൽ എനിക്കത് അത്ഭുതമല്ല. കാരണം അതിനേക്കാളും വലിയവനാണ് ആര്? ഈ വലിയന് അള്ളാഹു തആല തൗഫീഖ് കൊടുക്കും. അതൊരു വിദൂരമായ കാര്യമല്ല. സുന്നികളിൽ തർക്കിക്കുകയും ചെയ്യരുത്. അതൊരു ബഈദല്ല. പിന്നെ അത് ജനങ്ങളെ ബുദ്ധി ഉൾക്കൊള്ളാൻ കഴിയാത്തത് പറയരുത്. ജനങ്ങളെ ബുദ്ധി മേറാജ് ഉൾക്കൊള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മേറാജ് നിർത്തണ്ടേ? കടന്നിടത്തെ ചൂട് മാറുന്നതിന് മുമ്പ് ആകാശലോകങ്ങളും അതിൻ്റെ അപ്പുറത്തിനപ്പുറം പിന്നുള്ള അപ്പുറം നമുക്കറിയാത്ത അപ്പുറത്തിൻ്റെ അപ്പുറം ഒക്കെ കണ്ട് അള്ളാഹിനെയും കണ്ട് വർത്താനം പറഞ്ഞ് വന്നപ്പോൾ കിടക്കണ വിരിപ്പിൻ്റെ ചൂട് പോയിട്ടില്ല. അത് ബുദ്ധി എങ്ങനെ അംഗീകരിക്കാം? നഞ്ഞ് മേറാജ് പറയണ്ടേ നമ്മൾ? അള്ളാഹു തആല ഖാദിറല്ലേ? പറയും മനുഷ്യന്മാരെ, നിങ്ങൾ എന്തിനാ ബേജാറാണ്? അള്ളാഹു ഖാദിറല്ലേ? എന്തിന്മേൽ എന്തുണ്ടാക്കാനും അള്ളാഹു ഖാദിറാണ്. ഈ ലോകത്ത് എന്തിന്മേൽ എന്തുണ്ടാക്കാനും അള്ളാഹു ഖാദിറാണ്. ഇത് നിഷേധിക്കുകയില്ല ആരല്ലാതെ. ഇല്ലാമൻ അൻകറ ഖുദ്റത്തല്ലാഹ് വഹുവ കാഫിറുൻ ഫിൽ ബാത്തിനി, ഉള്ളിൽ കാഫിറായിരിക്കും. അപ്പ ആര് പേരൊന്നും ഞാൻ പറയില്ല, നിങ്ങൾ ചിന്തിച്ചോളെ. ഇത്തരം കാര്യങ്ങളെ നിഷേധിക്കുന്നവൻ ഉള്ളിൻ്റെ ഉള്ളിൽ ആരാണ്? കാഫിറ, ഉള്ളിൽ കാഫിറ. അല്ലാഹു അംഗീകരിക്കുള്ളൂ. ഞാൻ കാഫിർ എന്നറിയില്ല, പക്ഷേ ഇത് സത്യമാണ്. മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങൾ നിഷേധിക്കുന്നവൻ ഉള്ളിൽ അവൻ ആരായിരിക്കും? ലാഹിറിൽ മുസ്ലിം ആയിരിക്കും, ബാത്തിൽ കാഫിറായിരിക്കും. എന്താ നമുക്കിപ്പം മക്കക്കാര് സ്വഹാബത്തിനുള്ള വിശ്വാസം എന്താ? നമ്മളും മക്കക്കാരും വ്യത്യാസം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കണ്ടു മക്കക്കാർ, നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ എന്ത് വിശ്വസിക്കുന്നുണ്ട്? റസൂലുള്ള ചന്ദ്രനെ പിളർത്തിയിട്ട് ജബൽ അബി ഖുബൈസിന്റെ ഒരു ഭാഗത്തൊരു പിളർപ്പും ഒരു ഭാഗത്തൊരു പിളർപ്പും നിർത്തി. ഇത് നമുക്ക് വിശ്വാസം ഉണ്ടോ അല്ലേ? നമ്മളാരാ? മുസ്ലിം. നമ്മളും ഈ നബി തമ്മിൽ 1400 കൊല്ലത്തിന് വ്യത്യാസമുണ്ട്. ഈ സംഭവം നടന്നിട്ട് മക്കക്കാർ കണ്ടു, എന്നിട്ട് എന്തായില്ല? വിശ്വസിച്ചില്ല. കാരണം റസൂലുള്ളാഹിന്റെ ആ മഹത്വം അവർക്ക് മനസ്സിലായില്ല.
ഇതെന്തോ കൂടോത്തറാണ്, ബ്ലാക്ക് മാജിക്കാണ് അവർ പറഞ്ഞത്. ഞങ്ങൾക്കങ്ങനെ തോന്നുകയാണ് ബ്ലാക്ക് മാജിക് പറഞ്ഞാൽ എന്താണ്? ബ്ലാക്ക് മാജിക് നടക്കാത്ത കാര്യമാണ്. നിങ്ങൾ എൻ്റെ കൂടെ അല്ല. ബ്ലാക്ക് മാജിക് എന്ന് അറിയുന്നത് എന്താണ്? ആ നടക്കാത്ത കാര്യം നടക്കും തോന്നിപ്പിക്കുക. ഒരാൾ പാലം മുണുങ്ങിക്കൊള്ളാറുണ്ട്. അങ്ങനെ പാലം മുണുങ്ങാൻ വേണ്ടി പോയി. നാട്ടുകാരൊക്കെ പാലം മുണുങ്ങാൻ കണ്ടു. അങ്ങനെ പാലം മുണുങ്ങി. അപ്പോൾ ഒരുത്തൻ പനൻ്റെ മേലുണ്ടായി. ഓൻ പറഞ്ഞു, തുടക്കത്തിൽ കടിച്ചിട്ടുള്ളൂ, മുണുങ്ങിയിട്ടില്ല, തിന്നില്ല. അത് ആ അറ്റൻഷനിലുള്ള മനസ്സിലായ ആളുകൾക്ക് മാത്രമേ ഇത് മുണുങ്ങിയത് തോന്നുള്ളൂ, മേലുള്ളവന് തോന്നൂല. ഇതാണോ ചന്ദ്രനെ പുലർത്തിയ പൊട്ടാടിയെ? നിങ്ങൾ തിരിയണോ? അത് ബ്ലാക്ക് മാജിക്കാ. എന്ത് പാലം മുണങ്ങിയത് ബ്ലാക്ക് മാജിക് ആണോ? അതുപോലെയാണോ ചന്ദ്രൻ പുലർന്നത്? അങ്ങനെ ജീവിച്ചു കാഫറലേങ്ങായി. ഖുർആനിന്റെ ബൈത്തിൽ ഇറങ്ങിയില്ലേ? ചന്ദ്രൻ പിളർന്നു ഖുർആൻ പറഞ്ഞില്ലേ? നിഷേധിച്ച ആരായി? നസ്സുൽ ഖുർആൻ നിഷേധിച്ച കാഫറായില്ലേ? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി. ഇവിടെ ചിന്തിക്ക്. അതേ സമയത്ത് മക്കാരത് ബ്ലാക്ക് മാജിക് ആയിരുന്നു. എന്താ ഇതിനർത്ഥം? ഇങ്ങനെ ആട്ടിയിട്ടുണ്ടോളൂ, ഞങ്ങൾക്ക് പിളർന്ന മാതിരി തോന്നുകയാണ്. അതാ ഞാൻ ബ്ലാക്ക് മാജിക് ഉള്ള അല്ല. പാലം മുണുങ്ങാൻ വേണ്ടി വന്നോ, പാലത്തുമൊക്കെ അടിച്ചപ്പോൾ നാട്ടുകാരൊക്കെ എന്ത് തോന്നി? പാലം മുണുങ്ങി. പരമ ചെത്താൻ വേണ്ടി കയറിയ ആളുണ്ടായിരുന്നു. ഓൻ പറഞ്ഞു എന്ത്, അതിന്റെ തുമ്പത്ത് കടിച്ചിട്ടേ ഉള്ളൂ, എന്തില്ല, മുണങ്ങിയിട്ടില്ല കേട്ടോ. അല്ല, അതിന്റെ മേലുള്ളവനത് മനസ്സിലാക്കും. അത് ബ്ലാക്ക് മാജിക് അങ്ങനെയാണ്. ഇതാണോ ചന്ദ്രനെ പുലർത്തിയ? ആണോ? അല്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞാൽ ആ ചൂണ്ടുവിരലിന് ആ ഒരു കഴിവുണ്ട്. ആ വിരൽ ചൂണ്ടിയ ചന്ദ്രനല്ല, ആകാശം വളരും. ഈ കഴിവ് സയ്യിദുൽ ഔലിയ ആയ മുത്തുനബിക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഔലിയാക്കൊക്കെ നോക്കിയതൊക്കെ എൻ്റെ താഴെയെങ്കിലും. ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെട്ടാൽ ഇമാം മഹ്ദി വിചാരിച്ചാലല്ലാതെ ഒരു വിമാനം പൊങ്ങൂല. ഇന്നൊരു വിമാനം പോകണ്ടെന്ന് മഹ്ദി വിചാരിച്ചാൽ പൊങ്ങൂല. ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യൂല. ഒരു മെസ്സേജ് എനിക്ക് അയക്കാൻ കഴിയൂല. മറ്റേ ജാം ആക്കേണ്ടി വരില്ല. ജാം ആക്കേണ്ടതൊന്നുമില്ല. മഹ്ദിമാ വന്ന കമ്പ്യൂട്ടർ മൊബൈൽ ഒക്കെ ഓഫ് ഒന്നും നടക്കൂല. നിങ്ങളുണ്ടല്ലോ കര ന്യൂസ് വിടൽ നടക്കൂല. മറ്റേ ആൾ ഇറങ്ങിയേക്കണം കേട്ടോ, മണ്ടാ നോക്കിക്കോളി, അതൊന്നും നടക്കൂല. മഹ്ദിമാവ് വിചാരിച്ചല്ലാതൊരു കാര്യം നടക്കൂല. എൻ്റെ അത് അങ്ങനത്തെയാണ്. ഈ ലോകത്തെ മുഴുവൻ കമ്പ്യൂട്ടർ ഓഫാവും മഹ്ദിമാ വന്നാൽ. പിന്നത്തെ CM 4 വിമാനം, ഒരു വിമാനത്തിൽ പോയപ്പോൾ അത് കണ്ടാന്ന് വിചാരിച്ചു. അതിലിപ്പോൾ എന്താ പറയുക, നിങ്ങൾ തെറ്റ്. അതെന്തോ തെറ്റില്ല. ഇത് ഇന്നിപ്പോൾ സുന്നികൾ വിശ്വസിക്കൂല. സുന്നികൾക്കാരണം ചെലവ് ചെയ്യാൻ, കുടുംബത്തിൽ ജീവിക്കാനുള്ളൊരു വഴിയാണ്. മുജാഹിദിന് ചെലവ് ചെയ്യാൻ വഴി മുജാഹിദാകലാണ്. സുന്നി മൂല്യന്മാർക്ക് സുന്നിയാകലാണ്. വിശ്വാസമായിരിക്കില്ല. മറ്റേത് അതാ പഠിച്ച് ഓരോന്നുണ്ടല്ലോ. രാജാവിൻ്റെ മകൻ, എൻ്റെ വാപ്പ എനിക്ക് ഇടക്കിടക്ക് പറഞ്ഞു തരുന്നതിനെ കഥ. രാജാവിൻ്റെ മകനും പിന്നെ ഒസ്താൻ്റെ മകനും കൂടി ചങ്ങായിയാണ്ട് പഠിച്ചിരുന്നു. അപ്പോൾ രാജാവിൻ്റെ മകന് എന്നോട് ഒസ്താൻ്റെ മകൻ എന്ത് പറഞ്ഞു, ഞാനിപ്പോൾ എൻ്റെ ചങ്ങായിട്ട് എന്താ കാര്യം, ഇജിപ്പോൾ എൻ്റെ വാപ്പ മരിച്ചാൽ രാജാവോ, ഞാൻ എൻ്റെ വാപ്പ മരിച്ചാൽ പിന്നെ ഒസ്താനാണ്ട്, പിന്നെ ബജിന്നെ കാണും. അപ്പോൾ രാജാവിൻ്റെ മകൻ പറഞ്ഞു, ഞാൻ എൻ്റെ വാപ്പ മരിച്ചിട്ട് രാജാവ് ആകുകയാണെങ്കിൽ ഞാൻ എന്നെ മന്ത്രിയാക്കും, ഇജി പ്രധാനമന്ത്രിയാവും. അങ്ങനെ കുറെ കാലം കഴിഞ്ഞിട്ട് രാജാവ് മരിച്ചു. അപ്പം മകൻ രാജാവായി. ഈ അറിഞ്ഞപ്പോൾ ബാർബർ ഷോപ്പ് നടത്തിയിരുന്നു. അപ്പോഴത്തേന് മറ്റേയാൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ മരിച്ച മകൻ ഒസ്താനായി ബാർബറായി വർക്ക് ചെയ്യുക. അപ്പോൾ ഓൻ ഇതറിഞ്ഞപ്പോൾ തന്നെ മൂപ്പര് കത്തും കല്ലൊക്കെ എടുത്ത് ഏതായാലും മൂപ്പര് ഇനി രാജകൊട്ടാരത്തിൽ പോകുക, പ്രധാനമന്ത്രിയാക്കും. ഇപ്പോൾ അവിടുന്ന് പഠിക്കെങ്കിലും ചെയ്യാമല്ലോ. നേരെ രാജകൊട്ടാരത്തിൽ പോകും. രാജകൊട്ടാരത്തിൽ എന്നോട് പറഞ്ഞു, പിന്നെ നമ്മൾ ആ കരാർ മറക്കേണ്ട രാജാവാണ്, മറ്റേ കളി നടക്കൂല, രാജാക്കന്മാർ വാക്ക് മാറ്റാൻ പറ്റില്ല. ആയിക്കോട്ടെ, ഉള്ള പ്രധാനമന്ത്രിനെ പിടിച്ചിട്ടാണ് മൂപ്പരെ പ്രധാനമന്ത്രിയാക്കി. അങ്ങനെ പ്രധാനമന്ത്രിയും രാജാവും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രാജാവിന് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ചെലവ് ചുരുക്കൽ പരിപാടി ഉണ്ടാക്കി. സൈന്യത്തിനെ കണ്ട് പിരിച്ചുവിടുക. ഇതൊക്കെ വെറുതെ തിന്ന. അടുത്ത കാലത്ത് നമ്മൾ വാപ്പാൻ്റെ കാലത്ത് ഇവിടെ
യുദ്ധം ഉണ്ടായില്ല. വെറുതെ 65% റവന്യൂ തിന്ന് തീർക്കുന്ന കൂട്ടരാണ് ആര്? സൈന്യം വേണ്ട. ഇത് യുദ്ധമൊന്നും ഉണ്ടാവില്ല, അമ്മക്ക് ഇവിടെ കഴിഞ്ഞൂടാ. സൈന്യത്തിനാണ് പിരിച്ചു വിട്ടതോടുകൂടെ ബമ്പൻ ലാഭം ഉണ്ടാവും, ലാഭത്തിൻ്റെ ലാഭം. അപ്പോൾ രാജാവ് മന്ത്രിനോട് പറഞ്ഞു, ഈ ചെയ്ത ഉപകാരം ഞാൻ മറക്കൂല. കാരണം ഇങ്ങനെ ഒരു സമൃദ്ധിയും സൗകര്യവും പൈസ കെട്ടിക്കിടക്കണം ബാക്കിയാണ് ഖജനാവിൽ. കാരണം പൈസൻ്റെ അത്രയും പൈസ ഒക്കെ കാരണം തിന്നണവരൊന്നും തിന്നല്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയൽനാട്ടിലെ രാജാവ് സൈന്യം സംഘടിപ്പിച്ച് നേരെ അങ്ങോട്ട് കയറി. സൈന്യത്തിന് ഇടതടവൊന്നുമില്ലല്ലോ, എതിർക്കാനാണ്. നേരെ കൊട്ടാരത്തിങ്ങനെ വരുത്തിയ ബാപ്പ പറഞ്ഞ കഥയാ. ഈ ഇതിൻ്റെ ബാപ്പ എത്ര വട്ടം എന്നോട് പറഞ്ഞെന്ന് കണക്കില്ല. അപ്പോൾ രാജാവും പ്രധാനമന്ത്രി ഇറങ്ങി പായ, രണ്ടാളും പെരുമ്പാച്ചിൽ പായ. പായ വെച്ചിട്ടാണ് ആരുമില്ല. അങ്ങനെ പാഞ്ഞ് എവിടെയോ ഒരു ആശ്വാസം കിട്ടിയ ഒരു പാറപ്പുറത്ത് ഇങ്ങനെ ഇരുന്ന് രണ്ടാളും അങ്ങനെ കിടപ്പ് മാറ്റി കുഴങ്ങിക്കൊണ്ട് ഇരുന്നപ്പോൾ രാജാവിൻ്റെ മകൻ പറഞ്ഞ്, എന്ത് എൻ്റെ വാക്ക് കേട്ടിട്ട് എൻ്റെ ബാപ്പ നയിച്ചത് പോയി, ഞാൻ അപ്പോൾ പട്ടിണിയിലായില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു, എൻ്റെ പണിയല്ലേ പോയിട്ടുള്ളൂ, എൻ്റെ പണി ആയിട്ടില്ലായിരുന്നു, ഞമ്മ കൈമ കഴിയാറ്, എൻ്റെ പണി എന്താ അയച്ചു. അപ്പോൾ കത്തിയും കല്ലും ഓരോ എന്ന് പറഞ്ഞ മാതിരി മുജാഹിദ് മൗലവി അതാ പഠിച്ചത്, അപ്പം അതുകൊണ്ട് ഓൻ ചെലവ് ചെയ്യും. സുന്നി മൗലവി ഇതാണ് പഠിച്ചത്, അതുകൊണ്ട് ഇതുകൊണ്ട് ഓനും ചെലവ് ചെയ്യും. ചെലവ് ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത്. മുജാഹിദ് മൗലവി മുജാഹിദ് പറഞ്ഞ് ചെലവ് ചെയ്യും, സുന്നി മൗലവി സുന്നി പറഞ്ഞ് ചെലവ് ചെയ്യും. വിശ്വാസം ഉണ്ടാക്കില്ല. ഇല്ലെങ്കിൽ ഇതിനെ തർക്കിക്കാൻ പാടില്ല. ചന്ദ്രപ്രത്യവരെ ബാക്കിയല്ല ഫോട്ടോസ്റ്റാറ്റ് അല്ലേ വലിയ. നമ്മളൊക്കെ ബാക്കിൽ കൂടിയവരാ, നമുക്ക് ഒരു ചുക്കില്ല, ഒരു ഫضലില്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ പറഞ്ഞാൽ അശ്അത്തും മിൻ റസൂലില്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രഭ കിട്ടിയവരല്ലേ ഔലിയാക്കന്മാർ. ഇവർക്ക് നടക്കാത്ത കാര്യമുണ്ട്. വിമാനം ഒരു വലിയ CM വലിയുള്ള നിയന്ത്രിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെ പൊല്ലാപ്പുണ്ടാക്കിയത്, എന്തായാലും തല്ലാക്കുണ്ടാകാൻ ആവശ്യമുണ്ട്. ഇതൊന്നും വിഷയം എന്ത് താമ്പാളക്കണ്ടല്ലടാ എൻ്റെ വിമാനം. അള്ളാഹു ഖാദിറാണ് എന്തിനും. അപ്പൊ സാധാരണ നടക്കുന്ന കാര്യം മാത്രമേ ചില മുസ്ലിമീങ്ങൾ അംഗീകരിക്കുള്ളൂ. അവരെ ഉള്ളിൽ എന്തായിരിക്കും? കുഫ്ർ, പക്ക കുഫ്റായിരിക്കും. മുഅ്മിനോ എന്തോ ആയിരിക്കും. അള്ളാഹുവിൽ നിന്ന് അവന് ബോധ്യപ്പെട്ടാൽ മതി, അംഗീകരിക്കും. അംഗീകരിക്കും. അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർക്കും അമ്പിയാക്കന്മാർക്കും നടക്കാത്തൊരു കാര്യം ഇല്ലാന്നെങ്കിലും അംഗീകരിക്കും. അത് അംഗീകരിച്ചാളാം, അത്ര മതി. മറ്റൊന്നും ഇത് അംഗീകരിക്കും. ഏറ്റവും ചുരുങ്ങിയത് വിമാനം CM നിയന്ത്രിച്ചോന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ CM-നും ഒരു വിമാനം എന്നല്ല, ഈ ദുനിയാവിലെ എല്ലാ വിമാനവും നിയന്ത്രിക്കാനും അള്ളാഹു തആല തൗഫീഖ് കൊടുത്ത വ്യക്തി ആയിരിക്കാൻ മതി. കാരണം അള്ളാഹിൻ്റെ ഔലിയാക്കൽപ്പെട്ട ഒരു വ്യക്തിയാണ്, ലോകം മുഴുവനും പറഞ്ഞ് മഹാനാണത് എന്ന്. അപ്പം ഇതന്നെ. അപ്പം ഇവിടെ നമ്മളില്ല, ഇവിടെ മനുഷ്യന്മാരെ അണ്ടിയാണ്, മുസ്ലിമുകൾ ആഡിയായ കാര്യങ്ങളെ മാത്രമേ അവർ അംഗീകരിക്കുള്ളൂ. അവരുള്ളിൽ ഖഫറായിരിക്കും. അതേ സമയത്തോ ആദി അല്ലാത്തതില്ല, എന്തും അംഗീകരിക്കും. അതിലൊന്നും നടക്കാത്തൊരു കാര്യം ഒരു അബ്ദിനെ സംബന്ധിച്ച് ഹബീബായ റസൂലുള്ള പറഞ്ഞു. ഉറക്കെ പറ, ഹബീബായ റസൂലുള്ള പറഞ്ഞു, ഇന്ന മിനൽ ഇൽമി, വിജ്ഞാനത്തിൽ ഉണ്ട്, കഹൈഅത്തിൽ മഖ്സൂനി, ചില നിധിയാക്കപ്പെട്ട വിവരങ്ങളുണ്ട്. ലാ യഅലമുഹു ഇല്ലൽ ഉലമാഉ ബില്ലാഹ്, അള്ളാഹിനെ കൊണ്ട് അറിയുന്നവർക്ക് ഇൽമ അറിയുള്ളൂ. ഭയങ്കര ഹദീസുണ്ട്. ശരീഅത്ത് നിയമം പറഞ്ഞവർക്ക് ഇൽമ അറിയില്ല. ഇൽമുൽ മഖ്സൂൻ ഉണ്ട്. മഖ്സൂൻ ഖജനാവിൽ അടക്കപ്പെട്ടത്, അത് തുറന്നു കിട്ടും. ആർക്ക്? അൽ ആലിമു ബില്ലാഹ് അയൽ ആരിഫു, അള്ളാഹിനെ കൊണ്ട് അറിഞ്ഞവർക്ക് തുറന്നു കിട്ടും. ലാ യഅലമു, അത് അറിയൂല. ഇന്ന മിനൽ ഇൽമി, ഇൽമിലുണ്ട് കഹൈഅത്തിൽ മഖ്സൂനി, ഖജാനയിൽ അടക്കപ്പെട്ട വിജ്ഞാനമുണ്ട്. ലാ യഅലമു, ആ ഇൽമ അറിയില്ല. ആർക്കല്ലാതെ? ഇല്ലൽ ആലിമി ബില്ലാഹ്, ആ ആൾക്ക് ആരറിയും? പറയേ, അള്ളാഹിനെ അറിയണവർക്കല്ലാതെ അതറിയില്ല. ഞങ്ങളോട് പറഞ്ഞല്ലോ, ഇന്നലെ ഞാൻ പറഞ്ഞു, ജനിച്ചത് പെൺകുട്ടിയാന്ന് പറഞ്ഞിട്ട് ആൺകുട്ടി വേണമെന്ന് പറഞ്ഞു. അല്ലെ, ജനിച്ചത് പെൺകുട്ടിയാന്ന് കണ്ട് വന്നു. അപ്പൊ എന്ത് പറഞ്ഞു? ഒന്നും കൂടി പോയി തുണി ഒന്നിച്ച് നോക്ക്, ആൺകുട്ടിയാണ്. ചെന്നോക്ക്, ആൺകുട്ടിയാണ്. അതിപ്പോ അത് അങ്ങനെ ഉണ്ടാവും. ചന്ദ്രനെ പുറത്തിയാളെ അനുയായിക്കുന്നത് ചന്ദ്ര പിളർത്തിയ ആളെ അംഗീകരിച്ചാൽ ഇവിടെ നടക്കാത്തൊരു കാര്യമില്ല, ഒന്നുമില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തതെല്ലാം പത്രോസ് ചെയ്തിട്ടുണ്ട്, താരീഖുണ്ട്. കണ്ടോലെ ലോകം മാറ്റി പത്രോസ് നബിയാണ്. പറയും മനുഷ്യന്മാരെ, ബുത്തുറസ് എന്ന് അറബിയിൽ പറയുന്ന പത്രോസ്, മലയാളികൾ എന്ത് പറയും? പത്രോസ് അറിയും, ബുത്തുറസ് എന്ന് പറയും. പത്രോസ് അവ്വലു തലാമീദിഹി, ഈസാ നബിയുടെ അവ്വലു തലാമീദി ഈസാ നബിയുടെ ആദ്യത്തെ ശിഷ്യനാണ് ആര്?
പത്രോസ് റളിയല്ലാഹു അൻഹു, ബുത്രോസ് റളിയല്ലാഹു അൻഹു, അവര് ഈസാ നബി എന്താ ചെയ്യണം ഒക്കെ പത്രോസ് ചെയ്യും. അതായത് ഏത് കുരുടനെയും സോപ്പെടുത്തും, ഏത് സോപ്പെടുത്തും, ഏത് വെള്ളപ്പാണ്ട് മാറ്റി കൊടുക്കും, ഏത് ചട്ടനും ജയിപ്പിക്കും. ആര്? പത്രോസ്. പത്രോസ് നബിയാ? അല്ല. പക്ഷെ പത്രോസ് ആരാണ്? മുത്തബിയാണ്. ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റാണ് ആരെ? ഈസാ നബിയെ. പിന്നെ ആൾക്ക് നടക്കാത്തൊരു കാര്യമില്ല. ധന്യ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര്. അല്ലാഹ് ഇന ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, ഇന ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. അള്ളാഹിനെ പേടിക്കുന്നവര് മാത്രമേ ആരാവുള്ളൂ. പറയാ ആരാകൂ? അള്ളാന്റെ മനുഷ്യ അള്ളാന്റെ ഔലിയാക്കന്മാരാവൂ. അല്ലാതെ ഈ പച്ച വലിയ മേലെ കൂടിയിട്ടൊന്നും ഔലിയ ബാപ്പി ആവൂല. അത് കച്ചവടാണ്. പച്ചടയിൽ തെറ്റാന്ന് പറഞ്ഞ മൈനില്ല. പച്ചടയിൽ മാത്രം വഞ്ചിതനാകണ്ട, പച്ച വഞ്ചനാകണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ പേടിക്കണവൻ മാത്രമേ ആരാകൂ? ഔലിയാവുള്ളൂ. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ. അർത്ഥം വെക്കി. ഇനി ഇതിനർത്ഥം വെക്കി. ഈ ആയത്തും ഈ ആയത്തും കൂട്ടി അർത്ഥം വെക്കി. ഇനി ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. മുത്തഖീങ്ങൾ എന്നാൽ അള്ളാഹിനെ ഭയപ്പെടുന്നവർ മാത്രമേ ആരാകൂ? വലിയ ഖുർആനല്ലേ? പറയാ, ഇത് ഖുർആനല്ലേ? നീ ഹദീസ് കേട്ടോ. നമ്മൾ കുട്ടിക്കാലം മുതലേ കേൾക്കാൻ ഹദീസ്. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ. ഒരാൾ അള്ളാഹിനെ പേടിക്കുകയാണെങ്കിൽ എല്ലാ വസ്തുവും അവനെ പേടിക്കും. ഇതിന് വന്നാളെ വരും. വിമാനം ഇങ്ങോട്ട് വരണാൽ പോലും അങ്ങോട്ട് ഓട്ടേറാൻ പോകും. നിങ്ങൾക്ക് നടക്കാത്തൊരു കാര്യമില്ല. ഒരു പുഴയെ പിളർപ്പാക്കും. എന്തുകൊണ്ട്? അത് കടലിനെ പിളർപ്പാക്കിയാലേ ബാക്കി പിൻഗാമികൾക്ക് പുഴയെ പിളർപ്പാക്കണം. അവർക്ക് മനസ്സിലാവേണ്ട അതൊരു വിഷയമില്ല. കാരണം അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ലോകത്ത് കാര്യങ്ങൾ നടക്കാത്ത നമ്മൾ ഹാഫിലായതുകൊണ്ടാണ്. ഇന്ന മിനൽ ഇൽമിൽപ്പെട്ടതാണ് കഹൈഅത്തിൽ മഖ്സൂനി ലാ യഅലമുഹു ഇല്ലൽ ഉലമാഉ ബില്ലാഹ്. അള്ളാഹിന്റെ ഉലമാക്കൾ അള്ളാഹിനെ കൊണ്ട് പറഞ്ഞതാ എഴുതിയേക്കണം. ഹദീത്ത് പഠിച്ചോരൊക്കെ എഴുതിയേക്കണം, പഠിക്കണോര് എഴുതിയേക്കണം, പഠിക്കണോര് എഴുതിച്ചോളൂ. ഇത് വലിയ സംഭവമാണ് ഈ പറഞ്ഞത്. ഉമർ ഫൂത്തി തങ്ങൾ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ലായാലും അങ്ങനെ ഖജനാവിലിട്ട അടച്ച, ഖജാനയിലിട്ട അടച്ച ഇൽമുണ്ട്. ലായാലും ആ ഇൽമ അറിയില്ല. ഇല്ല ഉലമാഉ ബില്ലാഹ്. അള്ളാഹിനെ കൊണ്ട് ഉലമ അറിഞ്ഞോരല്ലാതെ ഫൈദാ നതഖു ബിഹി. അവര് ആ ഇൽമ മൊഴിഞ്ഞാൽ, മനസ്സിലായില്ല, ചില ചെപ്പിലിട്ട് പെട്ടിയിലിട്ട് അടക്കപ്പെട്ട ചില ഇൽമുണ്ട്. ആ ഇൽമ ആര് പറയും? ഔലിയാക്കൾ പറയും. ഫലാ യുൻകിറുഹു. അപ്പോൾ അതിനെ നിഷേധിക്കുകയില്ല. ഇല്ല അഹ്ലുൽ ഖുർറത്തി ബില്ലാഹ്. അള്ളാഹിനെ കൊണ്ട് വഞ്ചിതരായവരല്ലാതെ. ഒരു അള്ളാഹിനെ കൊണ്ട് വഞ്ചിതനാണ്, ഓ നിഷേധിക്കും. ഓനല്ലാത്ത നിഷേധിക്കൂല. തിരിഞ്ഞിട്ടില്ല. അപ്പൊ ഇത്തരം ഇൽമ പറഞ്ഞാൽ അവിടെ ആരും നിഷേധിക്കും? ഇന്നത്തെ മുബ്തദിയങ്ങൾ നിഷേധിക്കും. പേരൊന്നും നിങ്ങൾ പറയണ്ട. വഹാബി മൗദൂദിയാദികൾ നിഷേധിക്കും. ഓൻ വഞ്ചിതനാണ്. ആരുടെ കാര്യത്തിൽ? അള്ളാഹിന്റെ കാര്യത്തിൽ. സുന്നിയാൾ പണ്ടത്തെ സുന്നിയാൾ നിഷേധിക്കൂല. എന്തുകൊണ്ട്? അവരും വഞ്ചിതരല്ല. ഇന്നത്തെ സുന്നിയാളും നിഷേധിക്കും. അതൊന്നും നടക്കും എനിക്കൊന്നുമില്ല. തലയെ കെട്ടി പറയും അതൊന്നും നടക്കും എനിക്കൊന്നുമില്ല, അങ്ങനെ നടക്കും എനിക്കൊന്നുമില്ല. അള്ളാഹിനെ കൊണ്ട് വഞ്ചിതരായ ആളുകളല്ലാതെ അത് നിഷേധിക്കുകയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ റിഫാ മരിച്ചിട്ടുണ്ട്. റിഫാ മുനാഫിഖീൻപ്പെട്ട ആളാണ്. റിഫാ ജീവൻ പോയിട്ടുണ്ട് ഹബീബായ റസൂലുള്ളാഹി. അപ്പോൾ വകാന ഖൗമുൻ മിനൽ മുനാഫിഖീൻപ്പെട്ടൊരു ജനത അത് എന്ത് ചെയ്തു? അവരത് അംഗീകരിച്ചില്ല. മുന്നിൽ കുറേ സ്വഹാബികളുണ്ട്, അവരൊക്കെ അംഗീകരിച്ചു. ബാക്കിൽ കുറച്ച് മുനാഫിക്കുകളുണ്ട്. അത് യാത്രയിലാണ്. അതായത് റസൂലുള്ളാഹി മദീന വളരെ ദൂരെയാണ്. ഇനിയും ദിവസങ്ങൾ യാത്ര ചെയ്താലേ മദീനയിലെത്തുള്ളൂ. അത്ര ദൂരെയാണ് അവരുള്ളത്. അപ്പോഴാണ് റസൂലുള്ളാഹി എന്ത് പറയണത്? മാത്ത റിഫാഅത്ത് ബിൽ മദീന, മദീന റിഫാ മരിച്ചിട്ടുണ്ട്. അപ്പോൾ റിഫാന്റെ ചങ്ങായിമാർ ഈ കൂട്ടത്തിലുണ്ട്. ഒരു മുനാഫിക്കുകളാണ്. അവർക്ക് ഇസ്തഹസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്തസ്ഖറൂഹു, റസൂലുള്ളാഹിനെ നിസ്സാരപ്പെടുത്തി. ഇയാൾക്ക് എന്തറിയും? അങ്ങനെ വിളിച്ചു വരാം. നമ്മൾ കുറച്ച് ആളുകൾ നമ്മൾ അംഗീകരിക്കാൻ എന്തുവാ വിവരം? എന്താ മദീനയിൽ ആരും ഇവിടെ വന്നത്? ഇവിടെ മദീന ആരും വന്നിട്ടില്ലല്ലോ, ഇങ്ങനെ വിളിച്ചു വരാൻ എന്ന് പറഞ്ഞ് നിസ്സാരപ്പെടുത്തി പറയാൻ തുടങ്ങി. അപ്പം റസൂലുള്ളാഹി പറഞ്ഞു, കുമു എന്നാൽ എണീക്ക് പോവുക. അംഗീകരിച്ചാൽ മതി, പോവുക. എണീറ്റ് വന്ന് നോക്കുമ്പോൾ എല്ലാവരും ഒട്ടകത്തിന് മേയാൻ വിട്ടതാ. എല്ലാവരും ഒട്ടകത്തിന് കിട്ടി. റസൂലുള്ളാഹിന്റെ ഒട്ടകം എവിടെ അറിയില്ല. അപ്പം റസൂലുള്ളാഹി പറഞ്ഞു, ഫഖദുലി നാഖത്ത്, എൻ്റെ ഒട്ടകം എവിടെയെന്ന് നോക്കി ഒന്ന് നോക്കി. അപ്പം ഇവരടി ചിരിച്ചു.
യഖൂലു മാത റിഫാഅത്തു ബിൽ മദീന വലാ യദ്രി അയ്ന നാഖത്തു. ഇവിടെ ഏതോ ദൂരെ കിടക്കുന്ന റിഫാ മരിച്ചു എന്ന് പറയുന്ന മനുഷ്യന് സ്വന്തം ഒട്ടക എവിടെയാണെന്ന് അറിയില്ല അത്രേ. മനസ്സിലായില്ല? നബിക്കറിയാത്തോണ്ടല്ല, ഇവർക്ക് പറയാൻ ബാക്കിയുള്ള കൂടി ഒരു പറഞ്ഞോട്ടെ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഒന്ന് ഒരുങ്ങേണ്ടിരുന്ന് പറഞ്ഞു, നാക്കത്തി ഇങ്ങനെ പോയിക്കോളി. ഒരു മരത്തിന്റെ അടിവേരുമ കുടുങ്ങിയിട്ട് അത് അവിടുന്ന് അതിന്റെ കടിഞ്ഞാണ് പേർക്കാൻ കഴിയാതെ നിൽക്കുന്നുണ്ട് എൻ്റെ ഒട്ടകം. പോയിക്കോളി, അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, പോയിക്കോളി, അവിടെ ഉണ്ട് എൻ്റെ ഒട്ടകം. ഒരു മരത്തിന്റെ അടിവേരുമ കുടുങ്ങിയിട്ട് നിൽക്കുകയാണ് എൻ്റെ ഒട്ടകം. അതിന്റെ വേരെൻ്റെ അടുത്ത് അത് വലിച്ചെടുക്കാൻ അതിന് കഴിയണില്ല. സ്വഹാബികൾ പറഞ്ഞു നോക്കുമ്പോൾ ആരെ കിട്ടുകയും ചെയ്തു. അപ്പൊ ഇവിടെ ആരെ അംഗീകരിച്ചു? മുഅ്മിനീങ്ങൾ. വഞ്ചിതർ ഒഴിവാക്കി. അവർ വഞ്ചിതരാണ്, അവർ ആദ്യ കാര്യം അംഗീകരിക്കുള്ളൂ. അക്കൂട്ടർ ഇന്നുണ്ട്, ഇന്നുണ്ട് ആ കാര്യം. സാധാരണ കാര്യങ്ങളൊക്കെ അംഗീകരിക്കും, അതിനപ്പുറത്തേക്ക് അംഗീകരിക്കില്ല. അവിടേക്ക് ആരും മാറി, സുന്നികൾ മാറി. വഞ്ചിതരായ ആളുകളല്ലാതെ അത് നിഷേധിക്കുകയേ ഇല്ല എന്ന്. തസ്ബീഹ് ചെല്ലാത്ത ഒരു സാധനവും ഇല്ല എന്ന വാക്കിനർത്ഥം അത് വ്യക്തമായ തസ്ബീഹാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറയാത്ത ഒരു സാധനവും ഈ ലോകത്തില്ല. എല്ലാം സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എല്ലാം എല്ലാം എല്ലാം. സിദ്ദീഖീങ്ങളൊക്കെ അതറിയും. ലാഹിറിന്റെ ആളുകൾ പിടിച്ചോനല്ലാതെ ഇത് നിഷേധിക്കുകയില്ല. ബുദ്ധിയുടെ ജയിലിലപ്പെട്ടവര്. ബുദ്ധി ഞങ്ങളോട് പറഞ്ഞില്ലേ, ബുദ്ധിയും റൂഹും നോക്കുകയാണെങ്കിൽ ബുദ്ധി റൂഹിന് ഞാൻ പണ്ടൊരു ഉപമ പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിക്കൊരു പരിധിയുള്ളൂ, പാവാണ്. ആര്? ബുദ്ധി. ബുദ്ധി ഒരു പാവം സാധനമാണ്. ബുദ്ധി പാവം. ഈ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ ബുദ്ധി മുളച്ചൊന്തിയാണ് പറഞ്ഞത്. നിങ്ങളോട് പിന്നെ എന്തും പറയാം, കാരണം നിങ്ങൾക്ക് ഇന്നലെ പറഞ്ഞു, ഓർമ്മ പറഞ്ഞു. ബുദ്ധി ബുദ്ധി ഈ മുബത്തദീങ്ങളെല്ലാം എന്തിൻ്റെ അടിമകളാണ്? ബുദ്ധി. ബുദ്ധി അംഗീകരിക്കുള്ളൂ. മുഅ്മിൻ അങ്ങനെ വെളിവായ തെളിഞ്ഞ റൂഹിന് കിട്ടുന്ന വിവരങ്ങൾ ബുദ്ധിയിലേക്ക് ഒന്നുമല്ല. ഇപ്പൊ ബുദ്ധി ഞാൻ ഉപമ പറഞ്ഞിട്ടുണ്ട് പണ്ട്, ഒരു 10 കൊല്ലം മുമ്പ്. ബുദ്ധിയും റൂഹും തമ്മിൽ പോവുകയാണെങ്കിൽ രണ്ടാളും കൂടി പാഞ്ഞു. രാവിലെ കോഴിക്കോട്ടങ്ങാടിന്ന് പാഞ്ഞു. ബുദ്ധിയും റൂഹും കൂടി പാഞ്ഞു. രണ്ടാൾ പെരുമ്പാച്ചിൽ പായ, ബുദ്ധിയും റൂഹും കൂടി പാഞ്ഞു. ഒരു ഉപമ പറയാം ഞങ്ങൾക്ക് രണ്ടാളും മനസ്സിലാക്കാൻ. ചെറുവണ്ണൂർ എത്തിയപ്പോഴത്തേന് ബുദ്ധിക്ക് തളർന്നു. അവനവിടെ കല്ലുമകുത്തായിരുന്നു. കാലത്ത് മുഖത്തായിരുന്നു. നീ ചോദിക്കുക. മറ്റയാൾ പിന്നെയും പാഞ്ഞു. ആര്? റൂഹ് പാഞ്ഞു അങ്ങനെ കോവളം തിരുവനന്തപുരം വരെ എത്തിയിട്ടാണ് പിന്നെ തിരിച്ചു വരുന്നത്. അപ്പോഴും ഇവിടെ കല്ലുമ കുത്തിരിക്കാണ്. ആര്? ബുദ്ധി. അപ്പോൾ റൂഹ് വന്നിട്ട് ബുദ്ധിയോട് പറഞ്ഞു, എൻ്റെ ബുദ്ധിയെ ഈ പോരണ്ടേനടാ, എന്തൊക്കെയാണ് നടക്കണം എനിക്കറിയും. ഇവിടുന്ന് കുറച്ചൊരു 4 വളവാണ് കഴിഞ്ഞാൽ അവരൊരു എയർപോർട്ട്, വിമാനം പൊന്തിന് താണ്, എന്താ അതിൻ്റെ രസം. പിന്നെ അവിടെ ഒരു കൊണ്ടോട്ടി നേർച്ചയും അതും ഇതും പെട്ടി വരവോ എന്തൊക്കെയാണ് നടക്കുന്നത്. അപ്പോഴൊക്കെ ബുദ്ധി എന്ത് പറയും? അറിയില്ല. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ പോയാൽ ഭാരത പോയാൽ സൈലന്റ്. അത്തൊരു പോയാണ് കേട്ടോ, വെള്ളമില്ലെങ്കിൽ മണൽ പണർച്ചിട്ട്. അപ്പോൾ ബുദ്ധി ഫറൂഖ് പാലത്തിൻ്റെ അവിടെ തന്നെ എത്തില്ല. പാച്ച നോണ പറയലങ്ങായി. ഇതാകെ കനാലേ കണ്ടിട്ടുള്ളൂ. നമ്മളാ മറ്റേ എന്താ പറയുക, നമ്മളെ സ്വപ്നനഗരിൻ്റെ പരിസരത്തൂടെ പോകുന്ന ആ ഓടച്ചാൽ മാത്രം കണ്ടവനാണ് ബുദ്ധി. അപ്പം ആ ബുദ്ധി അറിയാം അതൊന്നും ഉണ്ടാവില്ല, പാച്ച നോണയാണ്. പിന്നെ അവിടെ പോണതിനനുസരിച്ച് ഇപ്പോൾ കണ്ടതൊക്കെ പറയും. ഇതൊന്നും ആരും അംഗീകരിക്കൂല. അക്കൽ പാവ. റൂഹ് അങ്ങനെയല്ല. റൂഹിന് അതിൻ്റെ സ്വഭാവം നിലനിന്നാൽ അതിൽ എന്ത് മുന്തബിഖാവും. ഉലൂമു മലക്കൂത്തി സമായി, ആകാശഗംഗയിലെ വിവരങ്ങൾ എവിടേക്ക് കിട്ടും? റൂഹിൽ പതിയും. അത് അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരാ. ഞങ്ങളോട് പണ്ട് ബഹുമാനപ്പെട്ട ആലുവായ അബൂബക്കർ മുസ്ലിയാരോട് സംഭവം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ വന്നിട്ട് ആലുവായിനോട് പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് സുഖമല്ല. പണ്ട് പറഞ്ഞിട്ടുണ്ട്, കുട്ടിക്ക് സുഖമല്ല. അപ്പോൾ പിന്നെ പറഞ്ഞു, അവിടെ വയറിൽ നടക്കുന്നുണ്ട്, നിങ്ങൾ വയറിൽ കേട്ട് വരുന്ന.
അങ്ങനെ അയാൾ വയലിന് പറഞ്ഞയച്ചു. അങ്ങനെ വയലിന് പോയി. അയാൾ വയലിന് പോയി. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ആകെ കയ്യിലുള്ള കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അത് വയലിന് തീർന്നു. പിറ്റേന്ന് രാവിലെ സുബഹിസ്കരിച്ച് പിന്നെ ആലുവായി അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ പിന്നെ എന്ത് പറഞ്ഞു, എൻ്റെ കുട്ടീൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്ന ആ കുട്ടിക്ക് സുഖമില്ലാറും. അപ്പോൾ പറഞ്ഞു, കുട്ടി 6 മാസം കൊണ്ട് മരിക്കും. ഇന്ന് മുതൽ 6 മാസം പൂർത്തിയാകുമ്പോൾ കുട്ടി മരിക്കും. എൻ്റെ ദീനം കിടന്ന് പറഞ്ഞുകൊണ്ട് വരണ്ട. എൻ്റെ ദീനം മാറിയിട്ട് കാര്യമല്ല. കുട്ടി 6 മാസം പൂർത്തിയാകുമ്പോൾ കുട്ടി മരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പോകാൻ ഒരുങ്ങിയപ്പോൾ ഇവിടെ കുത്തിരിക്കുന്നത്. അപ്പോൾ വേറെ ഒരാൾ വന്നു. അപ്പോൾ അയാളോട് പറഞ്ഞു, ഇതൊരു 10 രൂപ കൊടുത്താൽ. അപ്പോൾ അയാൾ 10 രൂപ കൊടുത്തു. നിങ്ങൾ പോയിക്കൊള്ളുന്ന മനസ്സിലായില്ല. ഇതിപ്പോൾ വയലിന് പോയിട്ട് ഭക്ഷണം കഴിച്ച് പൈസ തീർന്ന ഒരു ബസ്സിൻ്റെ കൂലി മാത്രം കൊണ്ട് വന്നതാണ്. അവിടെ ഔലിയപ്പാപ്പ് ഒരു രാത്രി നിർത്തുന്ന വിവരമൊന്നും ആരെ കയ്യിലില്ല. ഈ വന്നാളെ കയ്യിലില്ല. വെള്ള പൈസ തീർന്നിട്ടുണ്ട്. അതാർക്കറിയാം? ഇത് പറഞ്ഞിട്ടില്ല. മൂപ്പര കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല എന്ന് ആർക്കറിയും? വലിയനറിയും. വലിയൻ അതൊക്കെ അറിയും. വലിയൻ്റെ കൽബിൽ എന്താ പതിയണത്? ഈ ആക്കലല്ല പതിയ. എന്ത് പതിയും? ലൗഹിൽ എഴുതിയത് മുഴുവൻ എവിടെ കിട്ടും? കിട്ടേണ്ടൊക്കെ വലിയ കിട്ടും. ഈ ലൗഹിൽ എഴുതിയ മുഴുവൻ കിട്ടുന്നില്ല. ആ വലിയൻ്റെ അളവനുസരിച്ച് കിട്ടേണ്ടതൊക്കെ കിട്ടും. അങ്ങനെ ഇയാൾ പോയി. ഇയാളൊരു മദ്രസ മാലിമായിരുന്നു. ഇയാൾ വീട്ടിൽ ചെന്നു. പിന്നെ മദ്രസ പഠിപ്പിക്കുന്നിടത്തേക്ക് പോയി. പിന്നെ 6 മാസം ആകുമ്പോൾ ഒരു കരിക്കഷ്ണം കൊണ്ട് ചുമരിലെ ചെത്തിത്തേച്ച ചുമരുമിൽ ഈ ഡേറ്റ് എഴുതി വെച്ചു. 6 മാസം കണക്കാക്കണമെന്ന് തിരിച്ചു വന്നു. അപ്പോൾ വരുന്ന സമയത്ത് കുട്ടി മുറ്റത്ത് കൂടെ കളിക്കുക. അപ്പോൾ എന്ത് തോന്നി? കുട്ടിക്കൊരു കുഴപ്പമില്ല. ഈ കുട്ടി പാഞ്ഞു കളിക്കാണ്. ഔലിയപ്പാപ്പാക്ക് ഇതിനെ പറ്റി നിസ്സാരത്വം തോന്നി. ആ രാത്രി പണിച്ചു. കുട്ടി മരിച്ചു. അതിന് സബബിൻ്റെ ആവശ്യമില്ല. സബബ് ആരുണ്ടാക്കും? ഇത് 6 മാസം പൂർത്തിയാകുമ്പോൾ മരിക്കുന്ന കുട്ടിയാണ് എന്നത് ലോഹിൽ നിന്ന് അതിൻ്റെ മുക്കാശഫ ആർക്ക് ലഭിച്ചു? വലിയന് ലഭിച്ചു. വലിയ വിദൂരത്തല്ല. ഇതന്നെ എൻ്റെ വാപ്പ പറഞ്ഞ ഒരു കഥ ഉണ്ട്. ഒരു മനുഷ്യന് പശു കളവ് പോയപ്പോൾ ബീരാനൽ പാപ്പാൻ്റെ എത്തിയെന്നു. അപ്പോൾ ബീരാനൽ പാപ്പ പറഞ്ഞു, ഇതൊന്ന് വയറിളക്കി കള. പിന്നെ ഒന്നും വൈശുവില്ല പറയാൻ. എൻ്റെ പശുവിനെ കാണാല്ല വലിയ പാപ്പേ. എൻ്റെ പശുവിനെ കള്ളം കൊണ്ടിരിക്കണ. എൻ്റെ പശുവിനെ കാണാല്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഒന്ന് വയറിളക്കി കള. അപ്പോൾ എന്താ അവര് ഒന്നും പറയാനും പറ്റില്ല. പോകുന്നും ചെയ്തു. മുറ്റത്ത് വന്ന് ഇങ്ങനെ തിണ്ടുമ്പോൾ ഇരിക്കുമ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു, ചോദിച്ചു എന്തേന്നിപ്പോൾ വലിയ പാപ്പാൻ്റെ അടുത്ത് പോയിട്ട് പയ്യനെ പറ്റി എന്തേ പറഞ്ഞു ചോദിച്ചു. ആ വലിയ പാപ്പ വയറിളക്കാൻ പറഞ്ഞു. പയ്യൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞില്ല. പയ്യൻ്റെ കാര്യം ഞാൻ പറഞ്ഞോടുകൂടെ ഇയാൾ വയറിളക്കി കളാറുന്നു. അപ്പോൾ 30 കുറേ അന്തം വിട്ടു. ഏതായാലും പറഞ്ഞു, നിങ്ങളെന്നാൽ വയറിളക്കി കളി. ഏതായാലും ഔലിയ പാപ്പ പറഞ്ഞാലും ഒന്ന് വയറിളക്കി കളി പറഞ്ഞതുപോലെ വയറിളക്കി. പിറ്റേന്ന് നേരം വെളുത്തിലും ഇപ്പോഴും മൂപ്പരെ അന്വേഷിച്ച് പോവുകയാണ്. എന്തിന്? പശുവിനെ കിട്ടണ്ടേ? വയറിളക്കും ചെയ്തിരുന്ന ഔലിയ പാപ്പ പറഞ്ഞു. അതുകൊണ്ട് വെള്ളച്ചാലി പുഴയുള്ള ഏരിയ കൂടി മാത്രമേ പോയത്. കാരണം തിരിഞ്ഞില്ല. വയറിളക്കിയ സ്ഥിതിക്ക് ഇനി അങ്ങനെ പോകാൻ പറ്റൂല. ജയിലിൽ പോകാൻ പറ്റുള്ളൂ. ഇന്നത്തെ കാലാണെങ്കിൽ മുനിസിപ്പാലിറ്റി കക്കൂസ് ഉണ്ടാവും. അതൊന്നും ഇല്ലല്ലോ അന്ന്. അപ്പൊ എന്ത് പൊയമാട്ടിന്റെ സൈഡിൽ കൂടി മാത്രം അങ്ങനെ പോയി. അങ്ങനെ ഒരു സ്ഥലത്ത് ഭയങ്കര പള്ളക്ക് വേദനയായി. അവിടെ ഒരു മരക്കൊമ്പത്ത് ഇരുന്ന് ഇങ്ങനെ കാര്യം കഴിക്കണീൻ്റെ ഇടയിൽ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോണ്ട് പശു പൊയമാട്ടുമ്പോൾ പുല്ലുന്ന. ഇപ്പം എന്തൊക്കെയായി? പള്ളിയിലുള്ള തീട്ടൊക്കെ പുറത്തേക്ക് ആവും ചെയ്തു. പശുവിനെ കിട്ടുകയും ചെയ്തു. ഇതിപ്പോൾ പറഞ്ഞാൽ ഇത് ആക്കൽ ഒരിക്കലും അംഗീകരിക്കില്ല. ഇതിപ്പോൾ റൂഹിൽ മുന്തബിക്കായതാണ്. എന്ത്? അർശിലെ വിവരം. ഇത് ആക്കലിനോട് പറഞ്ഞാൽ ആക്കൽ എന്ത് പറയും? ഈ കാലം വരെ പശു പോയിട്ട് വയറിളക്കിട്ട് കിട്ടി. അവരാണ് ആര്? അല്ലാഹുവിന്റെ ആളുകൾ. അവരെന്ന് ശരിക്കും അവർ അള്ളാഹുവിൽ വഞ്ചിതരാണ്. എന്തുകൊണ്ട്? അവർ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കുദറത്ത് അവർക്കറിയില്ല. അത് ആരുടെ കുദറത്താണ്? അള്ളാഹുവിന്റെ കുദറത്താണ്.